നെക്സ്റ്റ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4 പറയാം. ഫസ്റ്റ് വൺ, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. കൺസർവേറ്റിസം കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ പോസിബിൾ ലോസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, അതായത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഗെയിനിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല, നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതായത് ഇത് അസ്യൂം ചെയ്യുന്നത് ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ, അതായത് നമ്മുടെ ഫ്യൂച്ചർ അൺസർട്ടൻ ആണ്. അവിടെ നമുക്ക് എന്ത് വരാം, ഫ്യൂച്ചറിൽ ലോസ് വരാം അല്ലെങ്കിൽ ഗെയിൻ വരാം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ലോസ് വരുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ലോസസും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പക്ഷേ ഗെയിൻ ഉണ്ടാകുമെന്ന് നമ്മൾ ഫ്യൂച്ചറിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇഗ്നോർ ചെയ്യണം. സോ ഈ കൺവെൻഷൻ്റെ ആപ്ലിക്കേഷൻ കാരണം എന്ത് റിസൾട്ട് ചെയ്യുന്നു, അണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം, പ്രോഫിറ്റ് ആൻഡ് ദസ് റിസോഴ്സ്. അതായത് ഇൻകംന്ന് നമ്മളിപ്പം ഫ്യൂച്ചറിൽ ഇൻകം അല്ലെങ്കിൽ ഗെയിൻ വരുമ്പോൾ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിസോഴ്സസ് ഇതൊക്കെ അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ഇൻകം വരും എന്ന് പറഞ്ഞ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് എഴുതുന്നില്ല. പക്ഷേ ലോസ് ഉണ്ടാവുമെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും എപ്പോഴും ഇൻകം അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇതൊക്കെ എന്തായിരിക്കും, അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. എപ്പോഴും ഉള്ളതിനെക്കാട്ടി കുറഞ്ഞായിരിക്കും മിക്കുള്ളപ്പോഴും ഇരിക്കുന്നത്. കാരണം ഫ്യൂച്ചറിൽ ലോസ് വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോഫിറ്റിൽ നിന്ന് ഇത്രയും ലോസ് പ്രൊവൈഡ് ചെയ്തു, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. സോ അവിടെ ലോസ് കുറച്ചിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ് മാത്രമേ അവിടെ ഇരിക്കുന്നുള്ളൂ. സോ അവിടെ അണ്ടർസ്റ്റേറ്റഡ് ആവും. മാത്രമല്ല ഫ്യൂച്ചറിൽ ഇത്രയും ഗെയിൻ വരുമായിരിക്കും, പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് അത്രയും കൂട്ടി എഴുതുന്നില്ല. സോ അതും അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. സോ ഓൾവേസ് ഈ കൺസർവേറ്റിസം കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രൂഡൻസ് കോൺസെപ്റ്റ് എന്ന് പറയും. ഈ കോൺസെപ്റ്റ് കാരണം എപ്പോഴും ഇൻകം അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ റിസോഴ്സസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അണ്ടർസ്റ്റേറ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് അല്ലെങ്കിൽ കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അതായത് ഒബ്സർവേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അക്കൗണ്ടിങ് കണ്ടിന്യൂസ് ആയിരിക്കണം. അതായത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യുന്ന റൂൾസും പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രാക്ടീസസ് അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനും അതിൻ്റെ ഒബ്സർവേഷനും എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണോ അതായിരിക്കണം അടുത്ത അക്കൗണ്ടിങ് ഇയറിലും അതിൻ്റെ അടുത്ത അക്കൗണ്ടിങ് ഇയറിലൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. അതായത് അക്കൗണ്ടിങ് റൂൾസിൽ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ യൂണിഫോമിറ്റി കൊണ്ടുവരേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻ്റെ കമ്പ്യൂട്ടേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോള് പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വൈറ്റലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല കമ്പനിയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്യാനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അക്കൗണ്ടിങ് റൂൾസിൻ്റെ യൂണിഫോമിറ്റിയും കൺസിസ്റ്റൻസിയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേഷൻസിന്. മാത്രമല്ല കമ്പനിയുടെ പെർഫോമൻസിൻ്റെ കമ്പാരിസണ്. ഫ്രീക്വൻറ്റ് ചേഞ്ചസ് അക്കൗണ്ട്സിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നാൽ അത് ഇൻകൺസിസ്റ്റൻസിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കില്ല, ലെസ് റിലയബിൾ ആയിരിക്കും. അതുകൊണ്ട് ഇത് എന്തിന് ലീഡ് ചെയ്യുന്നു, അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ട്രൂത്ത്ഫുൾ ആക്കാനും ആക്യുറേറ്റ് ആക്കാനും കംപ്ലീറ്റ് ആക്കാനും ഈ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ലീഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ റിസൾട്ട് ചെയ്യുന്നു. കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ഇത് നമ്മൾ കൺസിസ്റ്റൻസി വേണ്ടാത്ത കേസസ് ഏതൊക്കെയാണ്, അൺലെസ് ലോയിൽ വേറൊരു കാര്യം പറയുന്നു, ലീഗലായിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുന്നു, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ യൂസേഴ്സിന് കൂടുതൽ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അതിൻ്റെയൊക്കെ കൂടുതൽ റിലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഡിസ്ക്ലോഷർ അല്ലെങ്കിൽ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ 2-3 കേസസ് ഉണ്ട്. ഇനി കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ്. അതായത് എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം, അതെല്ലാം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കണം. അതായത് ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അല്ലെങ്കിൽ പൊട്ടൻഷ്യലി അഫക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പീസസ് ഓഫ് ഇൻഫർമേഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഇങ്ങനെ പറയുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിരിക്കണം. അതായത് ഈ ഒരു മെറ്റീരിയൽ ഫാക്റ്റ് കിട്ടിയ യൂസറിൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കണം. അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ. മാത്രമല്ല ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് അല്ലാതെയുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം അവരുടെ ഡിസിഷൻസിനെ ഇതൊന്നും അഫക്റ്റ് ചെയ്യുന്നില്ല.
മെറ്റീരിയൽ ആയിട്ടുള്ള എന്ത് ഐറ്റംസും മറ്റ് ഓർഗനൈസേഷന് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവണമെന്നില്ല. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു ഓർഗനൈസേഷന് മെറ്റീരിയൽ ആയിട്ടുള്ള ഐറ്റം മറ്റ് ഓർഗനൈസേഷന് ചിലപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 1 lakh നെറ്റ് വർത്ത് ഉള്ള ഒരു കമ്പനിക്ക് ഒരു 50,000 rupees ഫ്രോഡ് കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ ഫാക്റ്റ് ആയിരിക്കും. അതേസമയം 1 crore rupees അല്ലെങ്കിൽ 500 crore rupees നെറ്റ് വർത്ത് ഉള്ള ഒരു കമ്പനിക്ക് ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 1 lakh rupees അതൊക്കെ അവർക്ക് ചിലപ്പോൾ മെറ്റീരിയൽ ആവണം എന്നില്ല. സോ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവാണ്. ഒരാൾക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളത് മറ്റൊരാൾക്ക് മെറ്റീരിയൽ ആവണം എന്നില്ല. ഒരു ഓർഗനൈസേഷന് മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ ഫാക്ട്സും അവർ റെക്കോർഡ് ചെയ്യണം, ഡിസ്ക്ലോഷർ കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യം അടുത്ത സബ്സിക്വൻറ്റ് ടൈം പീരീഡ്സിൽ ചിലപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇനി കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഫേവറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള, ഫേവറബിൾ ആയാലും അഡ്വേഴ്സ് ആയാലും എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും ഫുള്ളി നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ വെദർ ഫേവറബിൾ ഓർ അതർവൈസ് എന്ന് പറഞ്ഞാൽ ഒന്നി ഫേവറബിൾ ആയിട്ടിരിക്കാം അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും നമ്മൾ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. എവിടെ? ഒരു ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ. അതായത് ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഫേവറബിൾ ആയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ളതായിരിക്കാം. എന്തായാലും എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷനും നമ്മൾ ഫുള്ളി ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതായത് എല്ലാ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ സത്യസന്ധമായിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. അതായത് ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള കേസസിൽ, ഇൻ കേസ് ഓഫ് ബിസിനസ്സിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ടുള്ള കേസസിൽ ഈ ഒരു ഡിസ്ക്ലോഷറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മുടെ എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പും ഡിഫറെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ്, അതുപോലെ എൻറ്റിറ്റി ഡിഫറെൻറ്റ്. അതുപോലെ ഓണർഷിപ്പും മാനേജ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്. കമ്പനിയുടെ കേസിൽ ഓണേഴ്സ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സാണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇങ്ങനെയുള്ള ബിസിനസ്സിൻ്റെ കേസസിൽ ഇങ്ങനെയുള്ള ഡിസ്ക്ലോഷർ, എങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽ ഇൻഫർമേഷൻ്റെയും ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. കൺക്ലൂഷൻ: അക്കൗണ്ടിങ് പ്രൊഫഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ്. അതായത് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് പ്രൊഫഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും. ഈ യൂണിഫോമിറ്റി എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഫിനാൻഷ്യൽ റിസൾട്ട്സിനെയും ഫിനാൻഷ്യൽ പൊസിഷനെയും ക്യാഷ് ഫ്ലോസും പല ഓർഗനൈസേഷൻ, ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിസൾട്ട്സും ഫിനാൻഷ്യൽ പൊസിഷനും ക്യാഷ് ഫ്ലോസൊക്കെ റിലയബിളി കമ്പയർ ചെയ്യാൻ, വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ കമ്പയർ ചെയ്യാൻ, ഡിഫറെൻറ്റ് ഓർഗനൈസേഷനെ കമ്പയർ ചെയ്യാൻ മീൻസ് ഇൻ്റർ കമ്പാരിസന് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. സച്ച് യൂണിഫോമിറ്റി, ഒരേപോലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരേ രീതിയിൽ റൂൾസും റെഗുലേഷൻസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് കമ്പാരിസൺ ഈസി ആയിരിക്കും. ഒരാൾ ഒരു കൺവെൻഷൻ, മറ്റൊരാൾ വേറെ കൺവെൻഷൻ അല്ലെങ്കിൽ റൂൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഡിഫറെൻ്റ് ആണെങ്കിൽ അവിടെ ഒരു യൂണിഫോമിറ്റി വരുന്നില്ല. സോ കമ്പാരിസൺ അവിടെ ഈസി ആയിരിക്കില്ല. നമ്മൾ സെയിം ബേസ് ആണെങ്കിൽ മാത്രമേ കമ്പാരിസൺ ഈസി ആവുള്ളൂ, റിലയബിളും ആവുള്ളൂ. ആൻഡ് ഓൾസോ ഓവർ പീരിയഡ്സ്, ഒരു പീരിയഡിൽ നമ്മൾ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, അടുത്ത അക്കൗണ്ടിങ് ഇയറിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ മാറ്റി വേറെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്ത ഒരു യൂണിഫോമിറ്റി വരില്ല. സോ പഴയ ഫിനാൻഷ്യൽ പൊസിഷനെയും അല്ലെങ്കിൽ പഴയ ഫിനാൻഷ്യൽ പെർഫോമൻസിനെയും അടുത്ത അക്കൗണ്ടിങ് പീരീഡിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ഒരു യൂണിഫോമിറ്റി ഇല്ല. യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇൻ്റർ കമ്പാരിസൺ ആയാലും ഇൻട്രാ കമ്പാരിസൺ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പ്രോസസ്സിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ ഈ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും കൺവെൻഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു. സോ നമുക്ക് യൂണിഫോമിറ്റി കൊണ്ടുവരിക അല്ലെങ്കിൽ കൺസിസ്റ്റൻസി, കമ്പാരിസൺ ഈസി ആക്കണമെങ്കിൽ നമുക്കൊരു യൂണിഫോമിറ്റി ക്രിയേറ്റ് ആവണം. യൂണിഫോമിറ്റി ക്രിയേറ്റ് ആവണമെങ്കിൽ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസൊക്കെ എല്ലാവരും ഒരേപോലെ ഫോളോ ചെയ്യണം. അതിനാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സും അക്കൗണ്ടിങ് കൺവെൻഷൻസും ഇതൊക്കെ നമ്മൾ പഠിച്ചത്.
അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സിനെയും അക്കൗണ്ടിങ് കൺവെൻഷൻസിനെയും നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്.